അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ കുറേ പണിപ്പെട്ടു, എല്ലാ തിയറികളും അതിന്റെ പ്രാക്ടിക്കലിലും എല്ലാം കളിച്ച് നോക്കിയിട്ടും വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൈലൻസർ എന്ന് പറയുന്ന ഒരു സംഗതി ബ്ലോക്ക് ആയിരുന്നു. ഇതിനകത്ത് ഇത് കുറേ നാളുകളായിട്ട് എടുക്കാതിരുന്ന വണ്ടി ആയിരുന്നതുകൊണ്ട് ഇതിന്റെ അകത്ത് വേട്ടാവളിയും കൂടി വെച്ച് ഇത് ബ്ലോക്ക് ആയിരുന്നുകൊണ്ടാണ് ഈ വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാൻ സാധിക്കാതിരുന്നത്. അപ്പൊ ഇത്രയും ബ്ലോക്കിലാണ് ഈ സൈലൻസർ ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എക്സോസ്റ്റ് ഗ്യാസ് പുറന്തള്ളപ്പെടാതെ വരികയും അത് തിരിച്ച് നമ്മുടെ യൂറോയിലോട്ട് തന്നെ കയറി അടിച്ച് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ടാക്കാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഈ വണ്ടി എൻജിൻ പണിതതിന് ശേഷവും സ്റ്റാർട്ടാകാതിരുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു സൈലൻസർ റീപ്ലേസ് ചെയ്യുകയോ ചെയ്ത് നമുക്ക് ഈ കംപ്ലൈന്റ് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. ഒരു രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇപ്പുറത്ത് എത്തുന്നില്ല, അതിനർത്ഥം ഈ സൈലൻസർ നല്ല രീതിക്ക് ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വണ്ടി ഒന്ന് ഈ സൈലൻസർ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. കിട്ടിയില്ല. കരിയാണോ? അതെ അതെ